വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വയനാട്ടിൽ ഐസി ബാലകൃഷ്ണൻ എംഎൽഎയുടെ ഓഫീസിലേക്ക് ഇപ്പോൾ സിപിഐഎമ്മിന്റെ പ്രതിഷേധ മാർച്ച് എത്തിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഐസി ബാലകൃഷ്ണൻ എംഎൽഎയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഒപ്പം തന്നെ ഐസി ബാലകൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം DCC ട്രഷററായ വിജയന്റെയും മകന്റെയും മരണത്തിൽ ചുമത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ പ്രതിഷേധം വയനാട്ടിൽ ഇരമ്പുന്നത്. സഹകരണ നിയമന അഴിമതിയിൽ വലിയ പ്രതിഷേധം ഇരമ്പുകയാണ്. നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ജോലി നൽകാം, സഹകരണ ബാങ്കിൽ, ബത്തേരി അർബൻ സഹകരണ ബാങ്കിൽ ജോലി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഐസി ബാലകൃഷ്ണന് വേണ്ടി വാങ്ങിയതെന്നാണ് മരിച്ച ഈ NM വിജയൻ KPCC നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ പറയുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ സക്കറിയ മണ്ണിൽ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ DCC വൈസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയുടെ പരാതി കൂടി പുറത്തേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹവും പറയുന്നത് ഐസി ബാലകൃഷ്ണന് വേണ്ടി ലക്ഷങ്ങൾ പിരിച്ചുവെന്നാണ് പറയുന്നത്. ആ രീതിയിൽ ഏറ്റവും ഗൗരവതരമായ പണപ്പിരിവ് നടത്തി 2 ജീവനുകൾ പൊലിയാൻ കാരണമായ ആളാണ് ഐസി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് അവരുടെ തന്നെ നേതാക്കളാണ്. NM വിജയനാണ് ആദ്യം KPCC അധ്യക്ഷന് കത്തയക്കുന്നത്. ഐസി ബാലകൃഷ്ണൻ സഹകരണ ബാങ്കിൽ നിയമനം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളുടെ കയ്യിൽ നിന്ന് തന്നെ ഇടനിലക്കാരനാക്കി നിർത്തി പണം വാങ്ങി, കോടിക്കണക്കിന് രൂപ വാങ്ങിയെന്ന ആക്ഷേപമാണ് ഉന്നയിച്ചത്. ആ കത്തിൽ പരാതിയിൽ ഉന്നയിച്ചത് സക്കറിയ മണ്ണിൽ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവും അതേ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ KPCC അധ്യക്ഷനയച്ച കത്ത് പുറത്തു വന്നിട്ടുണ്ട്. ആ രീതിയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് 2021 മുതൽ ഐസി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അഴിമതിയും തട്ടിപ്പും അറിയാമായിരുന്നു. KPCC നേതൃത്വം മിണ്ടാതിരുന്നത് കൊണ്ടാണ്, നടപടി എടുക്കാതിരുന്നത് കൊണ്ടാണ് DCC ട്രഷററായ NM വിജയന് സാമ്പത്തിക ബാധ്യത മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ആത്മഹത്യ ചെയ്ത അയാൾ മാത്രമല്ല, അയാളുടെ വയ്യാതെ കിടന്നിരുന്ന മകനെയും ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. 2 ജീവനുകളാണ് അതുമായി ബന്ധപ്പെട്ട് പൊലിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ നിമിഷം വരെ അതിൽ പ്രതികരിക്കാനോ മിണ്ടാനോ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്ന ഗൗരവതരമായ വസ്തുതയുണ്ട്. എന്തിനും ഏതിനും മാധ്യമങ്ങളെ കാണുന്ന VD സതീശൻ ഒരക്ഷരം മിണ്ടുന്നില്ല, KPCC അധ്യക്ഷൻ മിണ്ടുന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ മിണ്ടുന്നില്ല, ഷാഫി പറമ്പിൽ മിണ്ടുന്നില്ല. ഒരാളും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അവർക്കതൊരു വിഷയമേ അല്ല. എപ്പോഴും പല കാര്യങ്ങളിലും ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഈ വിഷയത്തിൽ മിണ്ടാതിരിക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തോട് ഒരക്ഷരം പോലും ചോദിക്കുന്നില്ല. വലിയ പ്രിവിലേജ് പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് കൂടി നമുക്കിവിടെ കാണേണ്ടി വരും. രാഷ്ട്രീയം വച്ചു മാത്രമാണ് ഇന്ന് ഈ നാട്ടിലെ മാധ്യമങ്ങൾ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ ഗൗരവപരമായി തന്നെ പറയേണ്ടി വരും. അനൂപ് കൂടി ചേരുകയാണ്. അനൂപ്, ഇതാ വലിയ പ്രതിഷേധം അവിടെ ഇരമ്പുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐസി ബാലകൃഷ്ണന്റെ MLA ഓഫീസിലേക്ക് CPIM-ന്റെ പ്രതിഷേധ മാർച്ച്. അനൂപ്, ബത്തേരി MLA ഐസി ബാലകൃഷ്ണന്റെ ഓഫീസിലേക്ക് വലിയ പ്രതിഷേധം CPM നേതൃത്വത്തിൽ നടക്കുകയാണ്. ഐസി ബാലകൃഷ്ണന്റെ ഓഫീസിലേക്ക് വലിയ പ്രതിഷേധം CPM നേതൃത്വത്തിൽ നടക്കുകയാണ്. ഇപ്പോൾ ചുങ്കത്തുള്ള അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് CPM നേതൃത്വത്തിൽ പ്രതിഷേധം എത്തി. CPM ജില്ലാ സെക്രട്ടറി K റഫീഖ് ഉൾപ്പെടെ ഉള്ള ജില്ലാ നേതാക്കളും ബത്തേരി ഏരിയ കമ്മിറ്റി നേതാക്കളുമെല്ലാമാണ് ഈ സമരത്തിന്റെ മുന്നിലുള്ളത്. ഐസി ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ടാണ് സമരം. ശക്തമായ പ്രതിഷേധമാണ് അല്പസമയം മുൻപ് ആരംഭിച്ചത്. ബത്തേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനം ആരംഭിച്ചു. ഇപ്പോൾ ചുങ്കത്തുള്ള ഐസി ബാലകൃഷ്ണൻ MLA-യുടെ ഓഫീസിലേക്ക് ഈ മാർച്ച് എത്തിയിരിക്കുകയാണ്. ശക്തമായൊരു പ്രതിഷേധമാണ് നടന്നത്. അല്പസമയം മുൻപ് പ്രതിഷേധം സ്ഥലത്തെത്തിയപ്പോൾ പോലീസ് ബാരിക്കേഡുകൾ തകർത്ത് പ്രവർത്തകർ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. എന്നാൽ നേതാക്കൾ ഇടപെട്ടവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. ആ വിധത്തിൽ ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. ഏതായാലും ഐസി ബാലകൃഷ്ണന്റെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തുവരുന്ന സാഹചര്യവും പശ്ചാത്തലവും ഈ പ്രതിഷേധത്തിന് പിന്നിലുണ്ട്. ഐസി ബാലകൃഷ്ണന്റെ പേരുകൾ പരാമർശിക്കുന്ന വിവിധ കരാർ കത്തുകൾ, KPCC പ്രസിഡന്റ് ഉൾപ്പെടെ നൽകിയ കത്തുകൾ ഉൾപ്പെടെ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഈ വിധത്തിൽ ശക്തമായ പ്രതിഷേധം നടക്കുന്നത്. ഏതായാലും ആ വിധത്തിൽ ഒരു പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ CPM ജില്ലാ സെക്രട്ടറി K റഫീഖ് പ്രതിഷേധം സംസാരിക്കും. ഇപ്പോൾ ആ വിധത്തിൽ പ്രതിഷേധം നടക്കും. ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ വലിയ പ്രതിഷേധം ഇരമ്പിയാർക്കുന്നു. ഐസി ബാലകൃഷ്ണൻ MLA-യുടെ ഓഫീസിലേക്കാണ് ഇപ്പോൾ മാർച്ച് നടത്തിയിരിക്കുന്നത്. മറ്റു മാർഗങ്ങളില്ലാതെ മറ്റു മാധ്യമങ്ങൾക്കും ഈ വാർത്ത ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുവരെ ഈ വിഷയത്തിൽ രാത്രി 7 മണിക്കും 8 മണിക്കും ഒക്കെ ഇരുന്ന് കഥാപ്രസംഗം നടത്തുന്നവർ ഒരക്ഷരം പോലും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല. അവർക്ക് കണ്ണീരൊഴുക്കാൻ താല്പര്യമില്ല. 8 മണിക്കും 7 മണിക്കും ഈ രൂപത്തിലുണ്ടായിരുന്നത്. അടിയന്തരമായി KPCC നേതൃത്വവും ഇതിന് മറുപടി പറയാൻ വേണ്ടി തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. പ്രസംഗത്ത് പറയാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ റഫീഖ് ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. KPCC നേതൃത്വത്തിന് ഉത്തരവാദിത്തമുണ്ട് ഈ വിഷയത്തിൽ. DCC-ക്ക് മാത്രമല്ല, അതല്ലെങ്കിൽ
ഈ IC ബാലകൃഷ്ണൻ മാത്രമല്ല, 2021 മുതൽ നടക്കുന്ന ഈ തട്ടിപ്പിനെ കുറിച്ച് ഈ നേതാക്കൾക്ക് KPCC നേതൃത്വത്തിൽ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഒരു നടപടിയും സ്വീകരിക്കാതെ കയ്യും കെട്ടിയിരിക്കുകയായിരുന്നു. അവർ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ആ 2 ജീവനുകൾ പൊലിയില്ലായിരുന്നു. മനു, അത് തന്നെ ആ വിധത്തിലുള്ളൊരു അത്തരത്തിലുള്ള വലിയ ഒരു സാഹചര്യം പ്രതിഫലിക്കുന്ന വിധത്തിലാണ് CPIന്റെ പ്രതിഷേധം ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട് കെ റഫീഖ് CPI ജില്ലാ സെക്രട്ടറി സമരം ഉദ്ഘാടനം ചെയ്യും. മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. 2 ജീവനുകൾ നഷ്ടമായ ഒരു സാഹചര്യം, അതും ദയനീയമായ ദാരുണമായ മരണമാണ് അതുമായി ബന്ധപ്പെട്ട് നടന്നത്. അധികാരം ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ആ വിധത്തിൽ വലിയ നിയമന ഇടപാട്, കോഴ ഇടപാട് നടന്നു. ആ ഇടപാടിലെല്ലാം ഈ വിധത്തിൽ IC ബാലകൃഷ്ണന്റെ പങ്ക് പരാമർശിക്കപ്പെട്ടു. വിവിധ തലങ്ങളിൽ നൽകിയ പരാതികൾ ഉൾപ്പെടെ ആ വിധം തെളിവുകൾ പുറത്തു വന്നു. ഏതായാലും അത്തരത്തിലുള്ള വലിയ സാമ്പത്തിക ബാധ്യത NM വിജയൻ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളായിരുന്നു അത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ സാമ്പത്തിക ബാധ്യതകൾ താങ്ങാനാവാതെ അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഏറി വന്നതോടുകൂടിയാണ് ദാരുണമായ പ്രസിഡന്റിന് നൽകിയ പരാതിയിൽ അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ NM വിജയന്റെ മാത്രമല്ല, ഇപ്പോൾ സഖറിയ മണ്ണിൽ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ പരാതി കൂടി വന്നിരിക്കുകയാണ്. ഈ 2 പരാതിയിലും KPCC പ്രസിഡന്റിനോട് അവർ പറയുന്നത് IC ബാലകൃഷ്ണൻ ഈ രീതിയിൽ സഹകരണ ബാങ്കുകളിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് തങ്ങളെ ഇടനിലക്കാരനാക്കി പണം പിരിച്ചു എന്നാണ്. പണം പിരിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് മാധ്യമങ്ങൾ കണ്ടെത്തിയതല്ല, ഈ കത്തിൽ പറയുന്ന കാര്യമാണ്. ആ കത്ത് KPCC പ്രസിഡന്റിന് നൽകിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും അവർക്ക് ഈ നിമിഷം വരെ മറുപടി പറയാൻ കഴിയുന്നില്ല. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗം പോലും മര്യാദയ്ക്ക് നടത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല. അത്ഭുതപ്പെടുത്തുന്നത് 2 ജീവനുകൾ പൊലിഞ്ഞു പോയിട്ടും 2 പേർ മരിച്ചിട്ടും മാധ്യമങ്ങൾ പുലർത്തുന്ന ഗുരുതരമായ മൗനമാണ്. അതിനെക്കുറിച്ചൊരു അന്തിച്ചർച്ച നടത്താൻ പോലും അവർ തയ്യാറാകുന്നില്ല. ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും കഥാപ്രസംഗം പറയുന്നവർ മിണ്ടാതിരിക്കുകയാണ്, മുഖവും താഴ്ത്തിയിരിക്കുകയാണ്. കാരണം ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കോൺഗ്രസിന്റെ MLA ആയതുകൊണ്ട് തന്നെയാണ്. കൃത്യമായ രാഷ്ട്രീയം വച്ച് ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തനം നടക്കുന്ന ഈ കാലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നത് ഏറ്റവും ഗൗരവതരം തന്നെയാണ്. ഏതായാലും പക്ഷേ ഇപ്പോൾ വലിയ ജനകീയ പ്രതിഷേധത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. MLA ഓഫീസിലേക്ക് CPIM ബഹുജന മാർച്ച് നടക്കുകയാണ്. വലിയ പ്രതിഷേധം വരുന്നു. ഒപ്പം തന്നെ പലതരത്തിലുള്ള പരാതികൾ, കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറികൾ. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ സക്കറിയ മണ്ണിൽ നൽകിയ പരാതി കൂടി പുറത്തേക്ക് വരുന്നത്. ആ പരാതിയിൽ പറയുന്നത് 10 ലക്ഷം രൂപ തന്നോട് പിരിക്കാൻ പറഞ്ഞുവെന്നാണ്. 15 ലക്ഷം രൂപ താൻ പിരിച്ചുവെന്നും പറയുന്നു. ഒപ്പം തന്നെ എഗ്രിമെന്റുകൾ, ഈ NM വിജയൻ ഇടനിലക്കാരനായി പണം പിരിച്ച് ജോലി വാങ്ങി ജോലി നൽകിയില്ലെങ്കിൽ പണം തിരികെ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിതാക്കളുമായി ഉണ്ടാക്കിയ കരാറിന്റെ പകർപ്പടക്കം നമ്മുടെ മുൻപിലേക്ക് വന്നിട്ടുണ്ട്. ഇത്രയും വസ്തുതകൾ രേഖകളായി പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ KPCC അധ്യക്ഷനോ പ്രതിപക്ഷ നേതാവോ ഒരു വാക്ക് പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തുള്ള എല്ലാത്തിനെക്കുറിച്ചും പ്രതികരിക്കുന്നവരാണല്ലോ ഇവർ. ഒരക്ഷരം പോലും ഈ മിനിറ്റ് വരെ മിണ്ടിയിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനും MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും ആ 2 ജീവനുകളെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഷാഫി പറമ്പിൽ സംസാരിച്ചിട്ടില്ല ഒരു വാക്ക് ഈ മിനിറ്റ് വരെ. ഒരൊറ്റ നേതാക്കൾ മിണ്ടിയിട്ടില്ല അതിനെക്കുറിച്ച്. എവിടെ പോയിരിക്കുന്നു? ഇവർക്ക് മറുപടി ഉണ്ടോ ഈ വിഷയത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സെലക്റ്റീവ് ജസ്റ്റിസ് ആണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ വളരെ സങ്കടത്തോടെ പറയേണ്ടി വരും. കാരണം ഒരു വിഭാഗത്തിനോട് മാത്രം അനുകൂലമായി വാർത്തകൾ ചമയ്ക്കുന്ന മാധ്യമപ്രവർത്തകർ, സ്വന്തം പക്ഷത്തെ ഗൗരവതരമായ 2 ജീവനുകൾ പൊലിഞ്ഞ പ്രശ്നം വരുമ്പോൾ മിണ്ടാതിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം, ഇത് രണ്ടും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് കാര്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. NM വിജയന്റെ കത്തുണ്ട്, നമുക്ക് ഇപ്പോൾ അങ്ങോട്ടേക്ക് മടങ്ങാം. ഈ 15 ലക്ഷം രൂപ തിരിച്ചു നൽകാമെന്ന് പറഞ്ഞു ചെക്ക് നൽകിയിരിക്കുന്നു. അപ്പൊ പറയുന്നത് സെക്രട്ടറി എഴുതിയേക്കാം, കൊടുത്ത പരാതി വ്യാജമാണ്, അത് സത്യസന്ധമല്ല എന്ന് ഇനി അവർക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ആ ചെക്ക് നൽകിയ വ്യക്തി ചെക്ക് നൽകി പണം നൽകാത്തതിന്റെ ഭാഗമായി ചെക്ക് ഫയൽ ചെയ്യുന്ന കാഴ്ചയാണ് ഇന്നിപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഈ മരണപ്പെട്ട വ്യക്തി NM വിജയൻ KPCCക്ക് പരാതി കൊടുത്തു. ആ പരാതിയിലും IC ബാലകൃഷ്ണ പങ്ക് സംബന്ധിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. അതും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ പറയുന്നു അതും വ്യാജമാണ്, അത് ഒറിജിനൽ കത്തല്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ പുറത്തുവരും തെളിവുകളിൽ നിന്ന് വ്യാജമാണെന്ന് പറഞ്ഞു തടി തപ്പാണ് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം ഇന്ന് കാലത്ത് മാധ്യമപ്രവർത്തകർ ചില കാര്യങ്ങൾ പറയുമെന്നും അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പ് ഞങ്ങൾ പുറത്തുവിടുമെന്നും ഇന്നലെ അദ്ദേഹത്തെ ബന്ധുവായ ചില മാധ്യമപ്രവർത്തകർ വിളിച്ചു പറഞ്ഞു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്ന് കാലത്ത് 7:30 മണിക്ക് പത്രസമ്മേളനം ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചില മാധ്യമപ്രവർത്തകർ പോയപ്പോഴും അവിടെ പത്രസമ്മേളനമില്ല. ഞങ്ങൾ ഇപ്പോൾ പറയുന്നില്ല, സഞ്ചയത്തിന് ശേഷം ചില കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. വലിയ സമ്മർദ്ദമാണ്, ഒന്നും പറയാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. അതുമാത്രമല്ല, NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണം എന്ന് സൂചിപ്പിക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് വിശദമായി എഴുതി വെച്ചിട്ടുണ്ടാകുമെന്നാണ് നമ്മളെല്ലാം കരുതുന്നത്.
കാരണം എന്നെ വിജയം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സാധാരണ മനുഷ്യനാണ്. ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും എല്ലാം പ്രവർത്തിച്ച് പൊതുപ്രവർത്തന പരിചയമുള്ള ഒരു വ്യക്തി ആത്മഹത്യപ്പെടുമ്പോഴും എന്തിനാണ് ഞാൻ ആത്മഹത്യപ്പെടുന്നത്